ജീൻ വാൽജീനും ഫാന്റൈനും കൊസേത്തും ഡിയിലെ മെത്രാനും മരിയൂസും എല്ലാം ഉള്ള ഒരു ലോകം. ലെ മിസറാബ്ലെ, ലെസ് മിസറബിൾസ് അഥവാ പാവങ്ങൾ. വിക്ടോർ യൂഗോയുടെ പാവങ്ങൾ. ഫ്രഞ്ച് ഭാഷയിൽ പിറന്ന ഈ വിശ്വവിഖ്യാത സാഹിത്യകൃതി ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1862 മാർച്ച് 31 1462 പേജുകളുള്ള നോവൽ വിക്ടോർ യൂഗോ എന്ന ഫ്രഞ്ച് എഴുത്തുകാരനെ ലോക സാഹിത്യ ചരിത്രത്തിൽ എന്നേക്കുമായി അടയാളപ്പെടുത്തി. മരം വെട്ടുകാരനായ ജീൻ വാൽജീൻ വിധവയായ തന്റെ സഹോദരിയുടെ മക്കളുടെ വിശപ്പടക്കാൻ ഒരു അപ്പക്കഷ്ണം മോഷ്ടിക്കുന്നു. പിടിക്കപ്പെടുന്ന അയാൾ 19 വർഷം തുറുങ്കിൽ അടയ്ക്കപ്പെടുന്നു. 19 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ജീൻ വാൽജീനിന്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങൾ, വേറെയും ഒരുപാട് ജീവിതങ്ങൾ. അതാണ് ഒറ്റ വരിയിൽ പറഞ്ഞാൽ പാവങ്ങൾ എന്ന നോവൽ. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ ഫ്രാൻസിനെ വരച്ചു കാണിക്കുന്ന ഈ നോവൽ പാവങ്ങൾ എന്ന പേരിൽ നാലപ്പാട്ട് നാരായണ മേനോന്റെ പരിഭാഷയിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ട് 2025 100 വർഷം തികയുകയാണ്. നാടകങ്ങളായും സിനിമകളായും ടെലിവിഷൻ സീരീസുകളായും പല ആവർത്തി പല രൂപത്തിൽ പാവങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ഡിയിലെ മെത്രാൻ ജീൻ വാൽജീനിന് നേരെ ഉയർത്തിപ്പിടിച്ച വെള്ളികൊണ്ടുള്ള മെഴുകുതിരി കാലുകൾ പോലെ മലയാളത്തിലെ വിവർത്തന സാഹിത്യത്തിൽ ഇന്നും വഴിവിളക്കായി നാലപ്പാട്ട് നാരായണ മേനോന്റെ പാവങ്ങൾ നിലകൊള്ളുന്നു. പാവങ്ങൾ എന്ന നോവലിനെ കുറിച്ച് ഇത്രയും സംസാരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. 2025 ഫെബ്രുവരി 6 മുതൽ 9 വരെ നടക്കാനിരിക്കുന്ന മാതൃഭൂമി അക്ഷരോത്സവം തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമായി ഇത്തവണ തെരഞ്ഞെടുത്തിരിക്കുന്നത് പാവങ്ങളാണ്. നിങ്ങളിൽ എത്ര പേർ പാവങ്ങൾ വായിച്ചിട്ടുണ്ട്?